ഇപ്പോൾ 4 വർഷമായിട്ട് പഞ്ചസാര ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതിലൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഒന്ന്, എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ അവിടുത്തെയുള്ള ഒരു വല്യമ്മ, എന്താ വെച്ചാൽ എൻ്റെ വൈഫ് ഹൗസിലുള്ള ഒരു വല്യമ്മ, ആള് വളരെ സ്നേഹത്തിലാണ് അത് പറയുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇവൾ അടുക്കളയിൽ പോയി ചായ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് വല്യമ്മ പറയാണ്, "ഓൻ അറിയൊന്നുമില്ലടി, ഓൻക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താളെ" എന്ന് പറയുന്ന ആ മലപ്പുറം ഭാഷയിൽ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ഒരു സംസാരം, അത് ഇവളെന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത്. കാരണം പഞ്ചസാര ഇട്ടിട്ടില്ല എങ്കിൽ അവിടെ എന്തോ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരവസ്ഥയിലാണ് പല ആളുകളും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാഴ്ച നമ്മൾ പഞ്ചസാര ഇടാതെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തരത്തിലേ പറ്റുള്ളൂ. പഞ്ചസാര ഇട്ട് കുടിച്ച ചായ തുപ്പേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഒരു ചായക്കടയിൽ ഞാൻ കയറിയ സമയത്ത് 2-3 തവണ പഞ്ചസാര ഇട്ട് കൊണ്ട് തന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു ചായക്കടക്കാരൻ്റെ മസിൽ മെമ്മറിയാണത്. എന്താണ്, പഞ്ചസാര ഇത്രയും കുറഞ്ഞ പ്രായമുള്ള ഒരാൾക്ക് ഇതുവരെ ഇടാതെ അയാൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള ശീലം അയാൾക്കില്ല. അയാൾ വീണ്ടും വീണ്ടും പഞ്ചസാര ഇട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അയാളുടെ മസിൽ മെമ്മറിയാണ്. ഇതേപോലെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതുമാവാം, ഇഷ്ടപ്പെടാത്തതുമാവാം എന്നുള്ളതാണ്.